അറിഞ്ഞില്ലേ നിങ്ങള്? പ്രൊമോ കൂടി വന്ന സ്ഥിതിക്ക് നെവിൻ പുറത്തായി എന്ന് തന്നെയാണ് ഏറെക്കുറെ മനസ്സിലാവുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും, അതിനിങ്ങനെ തല്ലുകൂടുകയാണ് വേണ്ടത്. അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത് ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. യെസ് ബിഗ് ബോസ്, ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ, ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. തീരുമാനമെങ്കിൽ പുറത്തു പോകാനായി പ്രധാന വാതിൽ തുറന്നു തരുന്നതാണ്. ഒരു പാവം മൂർഖം പാമ്പിനെ നീ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെടുത്ത് ചെരിപ്പെട്ട കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി അരിച്ചത്. നോവേറ്റ പാമ്പ് ഇതാ പുകയും കൊണ്ട് പകയും കൊണ്ടാണ് പോകുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്തായാലും ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ പാടില്ല. ഒന്നെങ്കിൽ അയാള് അല്ലെങ്കിൽ ഞാൻ, ആര് വേണമെന്ന് ഇപ്പൊ തീരുമാനിച്ചു പറയണം. നമ്മൾ നേരത്തെ ഇങ്ങനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ശരിയാണോ എന്ന് നമുക്ക് അറിയത്തില്ല. ഈ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോക്ക് അവിടെ വന്നു എന്നും ഇതിനിടയിൽ അനുവും നെവിനും തമ്മിൽ ഏറ്റുപിടിക്കുകയും പിന്നീട് നെവിൻ അവിടെ നിന്ന് പോവുകയും ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നാലും ഇത്തിരി നേരത്തെ ആയിപ്പോയി കേട്ടോ ആ പോക്ക്. നേരത്തെ പോയതല്ലോ, പറഞ്ഞയച്ചതല്ലേ. പറഞ്ഞാലും നല്ലൊരു എന്റർടൈനർ ആയിരുന്നു കേട്ടോ നെവിൻ, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു പക്ക എന്റർടൈനർ ആണ്. പോയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ് ഈ ഒരു ഷോയ്ക്കകത്ത്. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതിനെ പുറത്താക്കിയിട്ട് നീ ഇവിടെ നിൽക്കണമെന്നില്ല. അത് ശരി, ഞാൻ പോയി മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം, ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ എടുക്കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ